വസീഫ്, ഗവർണർ നിലമേലിൽ ഒരു റോഡരികിൽ കുത്തിയിരിക്കുകയാണ്. SFIയുടെ കരിങ്കൊടി പ്രതിഷേധത്തെ തുടർന്നാണ് ഗവർണർ ആ റോഡരികിൽ കുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും DGPയും ഒക്കെ വരട്ടെ, എന്നിട്ട് ഞാൻ പോകാം എന്നാണ് പറയുന്നത്. എന്താണ് തിരിച്ച് DYFIക്ക് പറയാനുള്ളത്? അദ്ദേഹം അവിടെ തന്നെ ഇരിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ സ്ഥാനം പോലീസുകാരെ ഉറപ്പിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അവിടെ ഇരിക്കാനുള്ള ഒരു നിലവാരമേ ഉള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തെ, മതനിരപേക്ഷ കേരളത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. സംഘപരിവാർ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു ഗവർണറാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ നിലവാരം എന്താണെന്ന് കഴിഞ്ഞ നാളുകളിലെല്ലാം കേരളം മനസ്സിലാക്കിയതാണ്. ഈ രാജ്യത്ത് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിലൂടെ അവർക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് അവർ ചെയ്യുന്ന ഒരു മാർഗമാണ് ഇതുപോലെയുള്ള കിളിപോയ സ്വഭാവം കാണിക്കുന്ന ചില ആളുകളെ പിടിച്ച് ഇതുപോലെയുള്ള സ്ഥാനങ്ങളിൽ ഇരുത്തുന്നത്. ഇദ്ദേഹം കാണിച്ചു കൂട്ടുന്നത് എന്തെല്ലാമാണ്? ഈ കേരളത്തെ തന്നെ പുച്ഛിക്കൽ, ഈ സാംസ്കാരിക കേരളത്തിന് അപമാനമുണ്ടാകുന്ന തരത്തിലേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ SFI വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം എന്തിനാണെന്ന് അദ്ദേഹം മനസ്സിലാക്കണ്ടേ? ഈ അർഹതപ്പെട്ട, തീർത്തും ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയുള്ള സമരമല്ലേ അവർ ചെയ്യുന്നത്? അത് ജനാധിപത്യപരമായിട്ടുള്ള സമരമല്ലേ? ഗവർണർ ഒരു നിഷ്പക്ഷമായ ഭരണഘടനാ സംവിധാനങ്ങളുടെ അധിപനായി നിൽക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സമരം ഉണ്ടാകും. ഈ കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ കേരളത്തിൽ പിൻവാതിലിലൂടെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ബോധപൂർവമായി പരിശ്രമിക്കുമ്പോൾ കേരളത്തിലെ പുരോഗമന സമൂഹം, ജനാധിപത്യ സമൂഹം ആ സമരം ഏറ്റെടുക്കില്ലേ? ഈ കേരളത്തെ അങ്ങനെ വർഗീയവാദികൾക്ക് വിട്ടുകൊടുക്കാൻ മനസ്സുണ്ടോ കേരളത്തിന്? ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾ ചെയ്യുന്നത് ഏറ്റവും ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തോടൊപ്പം തന്നെയാണ് DYFIയും. ഒരു തർക്കവും വേണ്ട. ഗവർണർ ഇത്തരത്തിൽ കേരളത്തെ വെല്ലുവിളിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായാൽ ഗവർണർക്ക് ആ ഇരുന്നിടത്ത് തന്നെ ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കാൻ DYFI ഇടപെടും. ഒരു തർക്കവും അക്കാര്യത്തിലില്ല. DYFI ഇവിടെ SFI സമരത്തെ നോക്കിക്കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ ന്യായമായും വളരെ ആവേശഭരിതമായ സമരത്തിലാണ് അവർ ഇറങ്ങുന്നത്. ഇവിടെ റാങ്ക് ഹോൾഡർമാരെ പോലും മാറ്റി നിർത്തി സെനറ്റിലേക്ക് RSS ആണോ ABVP ആണോ കൊലയാളി കുടുംബമാണോ എന്ന് നോക്കിക്കൊണ്ട് നിർദ്ദേശിക്കുന്ന ഒരു രീതിയാണുള്ളത്. ഈ കേരളത്തിലെ UDF ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയേണ്ടതുണ്ട്. ഗവർണർ വെച്ച് നീട്ടിയ സെനറ്റ് അംഗങ്ങളെ നേരത്തെ നമ്മളൊക്കെ സൂചിപ്പിച്ചതാണ്. കാലിക്കറ്റിലാണെങ്കിൽ 9:4:3 എന്ന പ്രൊപ്പോസലിൽ 4 കോൺഗ്രസിനെയും 3 മുസ്ലിം ലീഗിനെയും ഉൾപ്പെടെ നോമിനേറ്റ് ചെയ്ത് 9 RSSകാരെ സെനറ്റിലേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പരിശ്രമിച്ചത്. ആ പരിശ്രമത്തിന്റെ ഭാഗമായി കോൺഗ്രസിന് അതിലൊരു പ്രത്യേക അഭിപ്രായം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല വസീഫ്. കാരണം യോഗ്യതയുണ്ടെങ്കിൽ സംഘപരിവാറുകാരെ നിയമിക്കുന്നതിൽ തെറ്റെന്തെന്നാണ് KPCC അധ്യക്ഷൻ അന്ന് ചോദിച്ചത്. നമ്മളുടെ മുൻപിലുണ്ടല്ലോ അത്. അതെ, KPCC അധ്യക്ഷനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഒക്കെ സംഘപരിവാരത്തിന് പരുവപ്പെടുത്തി കൊടുക്കാനുള്ള പരിശ്രമമാണ്. കേരളം സംഘപരിവാരത്തിന് പരുവപ്പെടുത്തി കൊടുക്കാനുള്ള പരിശ്രമത്തിലാണുള്ളത്. പക്ഷേ ഈ UDF വിശ്വസിക്കുന്ന, ജനാധിപത്യ വിഷയത്തിൽ വിശ്വസിക്കുന്ന, മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേര് അവരെ ഈ VD സതീശന്റെയും അതുപോലെ തന്നെ സുധാകരന്റെയും ഒന്നും അഭിപ്രായത്തോടൊപ്പമായിരിക്കില്ല. അവരെല്ലാം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. കേരളത്തെ വെല്ലുവിളിച്ചു പോകുന്ന ഈ ഗവർണർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. കേരളം ഒന്നടങ്കം വിദ്യാർത്ഥികളുടെ ഈ പ്രക്ഷോഭത്തോടൊപ്പം അണിനിരക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ശ്രീ വസീഫ്, ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഗൗരവതരമായ പ്രശ്നം ഈ വിഷയത്തിൽ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ മുൻപിലുണ്ട്, അത് പ്രസക്തമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു നരേറ്റീവ് ഇപ്പോൾ ഗവർണറുടെ ഈ നടപടിയിലൂടെ, അതായത് നോക്കൂ, അവർ പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. കേരളത്തിൽ ഒരു ഗവർണർക്ക് പോലും പൊതുവഴിയിൽ ഇറങ്ങി കുത്തിയിരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഗവർണർക്ക് പോലും സുരക്ഷിതമായി നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന ഒരു നരേറ്റീവിലായിരിക്കാം സംഘപരിവാർ ഈ വിഷയത്തെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഗൗരവതരമായ രാഷ്ട്രീയമില്ലേ? സംഘപരിവാരം കേരളത്തെക്കുറിച്ച് കുറെ കാലമായി ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്ന നെറേറ്റീവ് നമുക്കൊക്കെ അറിയാം. അതാണല്ലോ കേരള സ്റ്റോറിയിലൂടെ പുറത്തു വന്നത്. അതാണല്ലോ കർണാടകയിൽ വന്ന് അമിത്ഷാ പ്രസംഗിച്ചത്. ആ നെറേറ്റീവിനെയൊക്കെ കേരളത്തിലെയും ഇന്ത്യയിലെയും മതനിരപേക്ഷ വിശ്വാസികൾ തള്ളിക്കളയും. അതിലൊന്നും ഒരു തർക്കവുമില്ല. ഇദ്ദേഹത്തിനെ ഇരുത്താൻ പറ്റിയ സ്ഥലം ഈ തറയാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് അദ്ദേഹം. ആ ബോധ്യപ്പെടൽ ഈ രാജ്യത്തെ മതനിരപേക്ഷ വിശ്വാസികൾക്കും ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഓക്കെ, താങ്ക് യു. ശ്രീ വി വസീഫാണ് DYFI സംസ്ഥാന പ്രസിഡന്റ്. അദ്ദേഹമാണ് നമ്മളോട് സംസാരിച്ചത്. ഏതായാലും ഇരിക്കാൻ യോഗ്യതയുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഗവർണർ ഇരിക്കുന്നത് എന്നാണ് വസീഫ് പറഞ്ഞു വെക്കുന്നത്. അവിടെ തന്നെ ഇരുന്നോട്ടെ
എന്നും ഡിവൈഎഫ്ഐ പറഞ്ഞു വയ്ക്കുന്നു. ഈ സമരപരിപാടികൾ, ഗവർണറുടെ സംഘപരിവാർ വൽക്കരണത്തിനെതിരായ ആ സമരപരിപാടികൾ ഒരു കാരണവശാലും അവസാനിപ്പിക്കില്ല എന്ന നിലപാടാണ് SFI സ്വീകരിച്ചിരിക്കുന്നത്. അതിന് ശക്തമായി പിന്തുണ നൽകുമെന്ന് ഡിവൈഎഫ്ഐ നേതൃത്വം പറഞ്ഞു വെക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ സംസാരിച്ച് പോകേണ്ടതുണ്ട്. അത് ഒരിക്കൽ പറഞ്ഞതാണ്, പക്ഷേ എങ്കിൽ പോലും അത് വീണ്ടും വീണ്ടും പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഇതൊരു ഒളിഞ്ഞോ അല്ലെങ്കിൽ പാത്തിരുന്നോ ചെയ്യുന്ന ഒരു സമരമല്ല. കൃത്യമായി പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ ഗവർണറുടെ ഈ സംഘപരിവാർ വൽക്കരണം, സർവകലാശാലകളിലെ ചാൻസലറുടെ ഈ നടപടികൾ അത് സമ്മതിക്കില്ല, ഈ സംഘപരിവാർ വൽക്കരണം അനുവദിക്കില്ല, ചാൻസലറുടെ നടപടി അനുവദിക്കില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് SFI കരിങ്കൊടി പ്രതിഷേധം പൊതുസമൂഹത്തോട് പറഞ്ഞത്. അത് ഞങ്ങൾ ഗവർണറുടെ ഔദ്യോഗിക പരിപാടികളിൽ ഞങ്ങൾ കരിങ്കൊടി കാണിക്കുമെന്ന് അവർ കൃത്യമായി പ്രഖ്യാപിച്ചു. അവർ റോഡിൽ നിന്ന് ഒളിച്ചിരുന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നോ ഒന്നുമല്ല ഗവർണറുടെ വാഹനത്തിന് കരിങ്കൊടി കാണിച്ചത്. അവർ ആ റോഡരികിൽ നിന്ന് ഏറ്റവും ജനാധിപത്യപരമായ രീതിയിലാണ് ആ പ്രതിഷേധം നടത്തിയത്. പക്ഷേ ഇന്ന് ഗവർണർ അവരുടെ ഇടയിലേക്ക് ചാടിയിറങ്ങുകയും ആദ്യം SFIയുടെ പ്രവർത്തകർക്ക് നേരെ ആക്രോശവുമായി എത്തുകയും പിന്നീട് പോലീസിന് നേരെ ആക്രോശിക്കുന്നു. റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നു. ഒടുവിൽ ഒരു കസേരയെടുത്ത് റോഡിനരികിൽ ഒരു കടയ്ക്ക് മുന്നിൽ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഗവർണറെ പോലുള്ള ആ പദവിയിലിരിക്കുന്നത് ആരാണെങ്കിലും ആ പദവിക്കൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോൾ പ്രകാരമുള്ള സുരക്ഷ നൽകേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ വലിയ സുരക്ഷാ പ്രശ്നം അവിടെ ഗവർണർ ഉണ്ടാക്കുകയാണ്, പ്രോട്ടോകോൾ ലംഘനം നടത്തുകയാണ്. ഇത് ഗവർണർ പതിവ് കാഴ്ചയാണ്. കോഴിക്കോട് മിഠായി തെരുവിൽ പോയി അലുവ കഴിക്കാൻ പോയത് നമ്മൾ കണ്ടതാണ്. ഏതായാലും നിലമേലിൽ അലുവക്കടയില്ലാത്തത് ഭാഗ്യമായി, അതുകൊണ്ട് അലുവ കഴിക്കാൻ പോയില്ല. പക്ഷേ അവിടെ വലിയൊരു പ്രോട്ടോകോൾ ലംഘനത്തിൻ്റെ വിഷയം നമ്മുടെ മുന്നിലുണ്ട്. അത് ഗവർണർ തന്നെ ആ സുരക്ഷാപരമായ എല്ലാ വേലിക്കെട്ടുകളെയും മറികടന്നുകൊണ്ട് ഇത്തരത്തിലൊരു നടപടിയെടുക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വളരെ വ്യക്തമാണ്. അതിൻ്റെ പുറകിൽ ഗവർണറുടെ കൃത്യമായ സംഘപരിവാർ രാഷ്ട്രീയം തന്നെയാണ്. അത് നടപ്പിലാക്കുക എന്നത് ആണ് ഗവർണറിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ടൂളായി തന്നെ ഗവർണർ അത് പ്രയോഗിക്കുകയും ചെയ്യുന്നു.